ഓ വന്നിരിക്കുന്നു സിംഗരിക്കെ അത് പോകരുത്. എടി നമ്മൾ തമ്മിൽ എന്താ ബന്ധം? ആലുവ ശിവരാത്രി മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും കാണിക്കുന്നില്ലല്ലോ. ഒന്നുമില്ലെങ്കിലും ഞാൻ നിന്റെ ഭർത്താവല്ലേ. ഒരു സ്നേഹം. സ്നേഹിച്ചതിന് കിട്ടി. തന്നിട്ടുണ്ടല്ലോ രണ്ടെണ്ണത്തിനെ പുറകറന്ന് നിൽക്കുന്നു. പോരെ സ്നേഹം. അതെന്റെ മാത്രം കുറ്റമാണോ എടി? ഞാനായതുകൊണ്ട് രണ്ടിൽ നിർത്തിയെന്ന് പറ. എടി മാധവി, നിനക്ക് സരച്ചമ്മയുടെ കാശ് കിട്ടി കാണും. കിട്ടി. അത് ബാങ്കിലിട്ടാ അങ്ങോട്ട് പോകുന്നത്. ഇനി ഇപ്പൊ എടുത്താ പൊങ്ങത്തില്ല. അധികമൊന്നും വേണ്ട. നിങ്ങൾ നോക്കിയാൽ 2 rupees. പോകരുത്. അവിടുന്ന് കണ്ടുപിടിക്കാൻ തിരക്കായിരിക്കും. നീ എനിക്കൊരു 2 rupees ചോദിച്ചിട്ട് തന്നില്ല അല്ലേ? നിങ്ങളെ കൊണ്ടാടങ്ങൻ വല്ലവരും കൊച്ചിനെ കഞ്ഞിച്ചു കൊടുക്കുന്നതല്ല. ഇത് ഷാപ്പി കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ മുണ്ടിങ്ങതാ. ബാക്കിയുള്ളോടൊക്കെ ഇന്ന് രാത്രി തന്നെ അയക്കാം. ചാക്ക് 33. നാളെ ദുബായ് ക്രീക്കുറുപ്പ് എന്ന് പറഞ്ഞാൽ കൃഷ്ണകുറുപ്പ്. الفتح والخير ريال السلفي والأولاد الصفحة والوالد الوالدنا نسات الجمهرة. ഈ അറബിക്ക് എന്ത് പിരാന്ത്? കഴിഞ്ഞ മാസമല്ല ഞാൻ ഇവിടുന്ന് 300 പേരെ അയച്ചു കൊടുത്തു. ഈ മനുഷ്യരെയൊക്കെ ഇയാളെന്ത് ഞാൻ കുർബ വെച്ച് തരുന്നു. അൽഫത്തഹൽ ആളേക്ക് അയക്കാം. പക്ഷെ 10,000 തരക്കാൻ ശമ്പളം കൊടുക്കണം. ആട്ടെ 10,000 രൂപയല്ലേ തന്നിട്ടുള്ളൂ. 5,000 രൂപയുടെ വേഗം കൊണ്ടു. അടുത്ത പ്ലേറ്റിൽ തന്നെ തന്നെ. സർ ബാക്കി 10,000 രൂപ. 2 rupees. നീ ആടാൻ വിട്ടുക്കാൻ. നിനക്ക് എങ്ങോട്ടാ പോകേണ്ടത്? മസ്കറ്റ്. മസ്കറ്റ്. നിനക്ക് എന്ത് ജോലി അറിയാം? മസ്കട്ടും ഹെയർ കട്ടും കൊള്ളാം. നിന്നെ അങ്ങോട്ട് തന്നെ അയച്ചേക്കാം. നാളെ തന്നെ പോയി പ്ലെയിനിൽ കയറി. സർ എങ്ങനെയാ കയറേണ്ടത്? ഏണി വെച്ച്. പിന്നെ അല്ലാതെ എവിടെന്നാ കയറേണ്ടത്? ബസ് സ്റ്റാൻഡിൽ. അല്ല പ്ലെയിൻ എടുക്കാതെ പോയി കയറി പോവാ. വേഗം അതിലെ പ്ലെയിൻ വിട്ടു ഞാൻ പറഞ്ഞു കഞ്ഞല്ലേ. കുറുപ്പേ, വിമാനത്തിൽ കയറാൻ താൻ തന്ന ടിക്കറ്റ് പഴയതാ. ആര് പറഞ്ഞു? ഞാൻ ഇതുകൊണ്ട് വിമാനത്തിൽ കയറാൻ ചെന്നപ്പോ അവരെന്നെ പിടിച്ച് പുറത്താക്കി. താൻ ഏത് വിമാനത്തിനാ കയറാൻ ചെന്നേ? തിരുവനന്തപുരത്ത്. നിന്നോടാണ് തിരുവനന്തപുരത്ത് പോകാൻ പറഞ്ഞത്? എന്നോട് ദുബായിക്ക് പോകാനല്ലേ പറഞ്ഞത്? തന്റെ വളച്ചിലൊന്നും എന്നോട് വേണ്ട. താൻ കറക്ക് കമ്പനിയാണ്. എനിക്ക് ദുബായിലും പോണ്ട, എങ്ങും പോണ്ട. എന്നോട് വാങ്ങിച്ച കാശിന് തിരിച്ചു തന്നാ മതി. കാശോ? തനിക്ക് മലയാളം വായിക്കാൻ അറിയാം? അതങ്ങോട്ട് നോക്കി. ആരാ എങ്ങോട്ടാ? ഇങ്ങനെ മനസ്സിലായില്ലല്ലോ. എന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി ഓർമ്മയുണ്ടോ? പൈസയോ? ഞാനോ? എന്റെ പൊന്ന് സാറേ, അച്ഛനാണ്, അയ്യപ്പ സ്വാമിയാണ്. ഇതിന്റെ പേര് പറഞ്ഞ് ഞാനൊരു 10 നയാ പൈസ ആരോടും മേടിച്ചിട്ടില്ല. ഇതൊരു സേവനം. മനസ്സിലായി? തന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. എന്നെയോ? എന്തിന്? അതെ, പോലീസ് വിളിച്ചെന്നിട്ട് പറയാം.
ഓഫീസിലെ ഏമാനന്മാർ ആദ്യമായിട്ട് വരികയല്ലേ. ഇങ്ങോട്ട് ഇരുന്നാ ഞാൻ കുടിക്കാനുണ്ടെങ്കിലും മരിച്ചുകൊണ്ട് വരാം. കയറോളെ. ഇറങ്ങുമോളെ. വാ. ഇവിടെ ആരും ഇല്ലേ? എന്റെ കാറിൽ ഒഴിക്കാൻ കുറച്ച് വെള്ളം വേണം. ഞാൻ കൂടി എടുത്തോളാം. അയ്യോ മോളെ വേണ്ട, വീഴും. ഞാൻ പോരുത്തരാം. അല്ല സാറെന്താ ഇവിടെ? കാറിന്റെ റേറ്റിൽ വെള്ളം തീർന്നു, കുറച്ച് വെള്ളം ഒഴിക്കണം. ഇതെന്റെ വീടാ, ഇതെന്റെ പെങ്ങളാ. സാറ് കയറി ഇരുന്നാട്ടെ. ഇല്ല ശിവരാമ, എനിക്ക് പോകാൻ ധൃതിയുണ്ട്. മോൾ സ്കൂളിലാക്കണം. അയ്യോ അത് പറഞ്ഞാൽ പറ്റില്ല. സാർ എന്റെ വീട്ടിൽ ആദ്യം വരികയല്ലേ, ഒരു കപ്പ് കാപ്പി കുടിച്ചിട്ട് പോവാം. വാ മോളെ. ബിന്ദുമോൾ എത്രയല്ല പഠിക്കുന്നേ? ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. മോളുടെ അമ്മയുടെ പേരെന്താ? എനിക്ക് അമ്മയില്ല, എന്റെ അമ്മ മരിച്ചുപോയി. ബിന്ദുമോളെ വാ പോവാം. വരുന്നുണ്ടോ? ഞാൻ പോട്ടെ ആന്റി. മോളെടുത്തോ. വരട്ടെ ആന്റി. വാ മോളെ. വരട്ടെ ശിവരാമ. വണ്ടിയുടെ കുഴപ്പമൊക്കെ തീർന്നോ സാറേ? ഒത്തിരി ദൂരം പോകണ്ടതല്ലേ? തീർന്നു. എന്ന് ഞാൻ വരട്ടെ. മോളെ ആനിക്ക് ടാറ്റ കൊടുക്ക്. മോൾ ഇനിയും വരണം കേട്ടോ. ടാറ്റ ആന്റി. ടാറ്റാ. ആ ടാറ്റ.